നല്ല അഭിപ്രായമാണ്. കാരണം ജനക്ഷേമകരമായ കാര്യമാണ് ഈ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര. മെയിനായിട്ടും സാധാരണ വീട്ടമ്മമാർക്കും കോളേജിൽ പോകുന്ന കുട്ടികൾക്കും വളരെ നല്ലതാണ്. പുതിയ ബജറ്റിൽ ഈ ജില്ലയ്ക്ക് വളരെ പ്രതീക്ഷയാണ്. നമ്മൾ ശബരിമല വികസനമാണ് മെയിനായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശബരിമല എരുമേലിയൊക്കെ ഉൾപ്പെടുന്ന പ്രദേശമാണ്. പിന്നെ ഒരു എയർപോർട്ടൂടെ ഈ ജില്ലയിൽ കൊടുമണ്ണോവെല്ലാം വരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയുള്ളൊരു ഇത് വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ പാവങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവര് കണ്ടുപിടിച്ച് അവർക്ക് അർഹതയുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണം, അത് ചെയ്യണം. അങ്ങനാണെങ്കിലല്ലേ നമുക്കൊരിത് പറയാനൊക്കത്തുള്ളൂ. ഇതുവരെയുള്ള ഭരണത്തിൽ കുഴപ്പമൊന്നുമില്ല. പുതിയ സർക്കാർ വന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല പ്രതീക്ഷ തന്നെ കേരളത്തില്. ഇപ്പം സ്ത്രീകൾക്ക് തന്നെ ഒത്തിരി മുൻഗണനയായി. ബസിന്റെ ചാർജ് കുറച്ച് ഫ്രീ സർവീസാക്കി. ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കുന്ന എല്ലാവരും പറയുന്ന അഭിപ്രായം. ബഡ്ജറ്റിലെ പ്രതീക്ഷയുണ്ട്, നോക്കാം. പുതിയ പദ്ധതികൾ ഉണ്ടാവും തോന്നുന്നു. തദ്ദേശിനെ സംബന്ധിച്ചുള്ള ആള് ക്ലീനാ, കുഴപ്പമില്ല. പിന്നെ ഒരു മന്ത്രിസഭയില്ലയോ, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതുണ്ടല്ലോ, ഒക്കെ തീർക്കണ്ടേ. അതിനോട് അവസരം അവർക്ക് കിട്ടണ്ടേ. ഒരു അവസരം കൊടുക്കാതെ നമുക്ക് പറ്റത്തില്ല. ഒരു 3 മാസമെങ്കിലും ഒരു 3 മുതൽ 6 മാസം കൊണ്ട് നമുക്ക് വിലയിരുത്താൻ ഒക്കും എങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇത് നല്ലതാകുമെന്ന് പ്രതീക്ഷിക്കും. വളരെ നല്ലല്ലേ. നേരത്തെ വേണ്ടി 10 വർഷം മുമ്പേ വേണ്ടിയായിരുന്നു. പാകകാല പ്രതീക്ഷ, പൊതുജനത്തിനെല്ലാം പ്രയോജനപ്പെടുത്തലുള്ള പ്രതീക്ഷകളാണ് മൊത്തം. എല്ലാം വരും. 1 മാസമല്ലേ ആയുള്ളൂ. അവർ ഇരുന്നിട്ട് വേണം കാല് നീട്ടാൻ. അപ്പോഴത്തേക്കെല്ലാം പുറകെ എല്ലാം വന്നോണ്ടിരിക്കും. എല്ലാം നല്ലത് തന്നെ, നല്ലതായിട്ട് ഭരണമായിട്ട് പോകുന്നു. ഒരു കുഴപ്പമില്ല, സന്തോഷം. നടക്കട്ടെ, നല്ലപോലെ. ഒരു കുഴപ്പമില്ല, തീർച്ചയായിട്ടും. ഓക്കെ, അതൊക്കെ എല്ലാം വേണ്ടത് നല്ലപോലെ ചെയ്തോളും. എല്ലാം നല്ലപോലെ നോക്കി കണ്ട് ചെയ്തോളും. ഒരു കുഴപ്പമില്ല. നല്ല ഭരണമാണ്. എല്ലാവരും ജനങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്ന സർക്കാരാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെന്റാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സാറ്. നമ്മുടെ പ്രതീക്ഷ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് പറയാനുള്ളത്. എന്തോ സബ്സിഡി എന്താണ് വരുന്നു പറഞ്ഞു കേട്ടു, അത് തരുമെന്ന് വിശ്വസിക്കുന്നു.